എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആരൊക്കെ ഏതൊക്കെ ടീമിലാണ് ഉള്ളതെന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്യും. നമ്മുടെ ഹീറോ ആണെങ്കിൽ എ ടീമിലെ ഒരു മെമ്പറാണ്. ഫസ്റ്റ് മാച്ച് അതേ ടീമും ബി ടീമും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്. ബി ടീമിൽ ഒക്കെ ആയിരിക്കും തനിക്കെതിരായിട്ട് ഏറ്റുമുട്ടാൻ ഉണ്ടാവാൻ ചിന്തിച്ച് അവനിപ്പോൾ അങ്ങനെ കടന്നു വരും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാവും. 5 മിനിറ്റിൽ ഇപ്പോൾ ബാറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഹീറോ ആണെങ്കിൽ അവൻ്റെ ടീംമേറ്റ്സിന് അടുത്തേക്ക് വരും. പുതിയ ജേഴ്സി ഒക്കെ ഇട്ട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കും അവൻ കടന്നു വരിക. ഒരുപക്ഷെ എൻ്റെ ടീംമേറ്റ്സ് തന്നെ ആയിരിക്കാം എനിക്ക് ഓപ്പണൻ്റ് ആയിട്ട് വരിക. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ നടന്നു വരുമ്പോഴായിരിക്കും അവൻ്റെ ടീമിലുള്ള 2 പേര് ഹീറോയുടെ അടുത്തേക്ക് വരിക. അവനാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടും ക്യാഷ്വലായിട്ടും ഹീറോയോട് സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കും ഒരല്പം ആശ്വാസം തോന്നും. അവരാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പം നമ്മുടെ ഹീറോയോട് സംസാരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എഫേർട്ടായിട്ട് തോന്നും. കാരണം മുൻപുണ്ടായിരുന്ന റിന്നും ടീമും ഒക്കെ വളരെ മോശമായിട്ടാണ് അവൻ്റെ അടുത്ത് പെരുമാറിയതും സംസാരിച്ചതും. സോ ഇങ്ങനെ ഒരു ടീം കിട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും അതൊക്കെ ഓക്കെ ആവുമെന്ന് പറയും. ഉടനെ ബാക്കി 2 പേര് ഹീറോയോട് പറയും, നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ജപ്പാനിലെ നമ്പർ 20 നമുക്കും എത്താം. നമ്പർ 20 പ്ലെയേഴ്സിലെത്തി നമുക്കും നമ്മുടെ ഫ്യൂച്ചർ തന്നെ മാറ്റിമറിക്കാമെന്ന് പറഞ്ഞ് അവരിപ്പോൾ ആ പ്ലേ ഗ്രൗണ്ട് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അവരവിടേക്ക് എത്തുമ്പോഴായിരിക്കും ടീം ബിയിൽ റിന്നിനെ കണ്ട് നമ്മുടെ ഹീറോ അവൻ ഷോക്കാവുന്നത്. റിന്നാണ് ഹീറോയോട് ചോദിക്കും, ഓ നീ എ ടീമിലാണല്ലേ ചേർന്നത്? അതിന് ബാക്കി 2 പേര് ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നിനക്കിവരെ നേരത്തെ അറിയോ? ഹീറോ അറിയാമെന്ന് പറഞ്ഞ് ഇപ്പൊ റിന്നിനെ നോക്കി കൈവീശി കാണിക്കും. പക്ഷെ റിന്നാണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. ഇസക്കി ആണെങ്കിൽ അവൻ്റെ ഓപ്പണൻസ് ടീമിനെ കറക്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യും. അതിനുശേഷം ഈഗോ പറഞ്ഞ കാര്യം അത് ഓർക്കുകയാണ്. എനിക്ക് പറഞ്ഞെന്ന സ്ട്രാറ്റജി അതുപയോഗിച്ച് എന്ത് വില കൊടുത്തും എൻ്റെ സർവ്വ പവർ ഉപയോഗിച്ച് ഞാനിതിൽ ജയിക്കും. അടുത്ത നിമിഷം ഗെയിം ആരംഭിക്കുകയാണ്. റിന്നും മുടിയനും അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നല്ല രീതിയിൽ കളിക്കുകയാണ്. ഇവിടെ റിന്നിന് മുടിയനെ ഒട്ടും ഇഷ്ടാവില്ല. അവരിപ്പോൾ ടീംമേറ്റ്സ് ആണ്. സോ വേറെ വഴിയില്ലാതെ അവൻ്റെ കൂടെ നിന്ന് കളിക്കുകയാണ്. മുടിയനെ ആണെങ്കിൽ ഇപ്പോൾ ഓപ്പണൻസ് ടീം കവർ ചെയ്യാണ്. അത് കണ്ട ഇസക്കി ഇപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ അടുത്തേക്ക് ഓടി വരും. മുടിയനാണെങ്കിൽ മറ്റൊന്നും നോക്കില്ല. ഇപ്പൊ ആ ബോൾ ആണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നേരെ പാസ് ചെയ്യാണ്. ഹീറോ അവൻ ചുറ്റും നോക്കും. ഈ ഒരു അവസരത്തിൽ ബോൾ കൊടുക്കാൻ പറ്റിയ ആള് അത് റിൻ തന്നെയാണ്. സോ റിന്നിന്റെ കഴിവ് അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാമെന്ന് മനസ്സിലാക്കി അവനിപ്പോ റിന്നിന് ബോൾ പാസ് ചെയ്യും. പക്ഷെ ഒരു ചെമ്പമുടിയനാണെങ്കിൽ ഇപ്പൊ ആ ബോൾ തട്ടിയെടുക്കുകയാണ്. അതിനുശേഷം ഇസക്കിയോട് പറയും, എനിക്ക് റിന്നിന്റെയും ഇന്ത്യയും മൂവ്മെന്റ്സ് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ അത് മനസ്സിലാക്കി ഞാൻ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യും. ചെമ്പമുടിയനാണെങ്കിൽ ഗോൾ അടിക്കാനായിട്ട് അതുമായിട്ട് മുൻപോട്ടേക്ക് ഓടും. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഗോൾ അടിക്കാൻ കഴിഞ്ഞാൽ അത് അവന്റെ പെർഫോമൻസിൽ ഒരു പൊൻതൂവലാണ്. ആദ്യം ഏത് ടീമാണോ 5 ഗോൾ അടിക്കുന്നത് അവരായിരിക്കും ഇതിൽ ജയിക്കുക. സോ ഞാൻ ഈ ഗോൾ അടിക്കുമെന്ന് പറഞ്ഞ് ഹീറോയും ഇപ്പൊ അവന്റെ തൊട്ട് പിന്നാലെ ഓടി വരും. പക്ഷെ ആ മുടിയൻ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ആ ഗോള് അതെന്റേതാണെന്ന് പറഞ്ഞ് അവൻ കറങ്ങി വന്ന് ഒരൊറ്റ അടി കറക്റ്റായിട്ട് ബോള് അങ്ങനെ ഗോൾ പോസ്റ്റിലേക്ക് പോകും. ഇസക്കി ആണെങ്കിൽ ആ ഗോൾ കണ്ട് 1 സെക്കൻഡ് ഫ്രീസ് ആവും. അവന്റെ എബിലിറ്റിയും പവറും സ്കില്ലും അത് വേറെ ലെവലാണ്. അതെങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് എനിക്കും അതുപോലെ കളിക്കണമെന്ന് ഹീറോ പ്ലാൻ ചെയ്യാണ്. അതേസമയം വേറൊരുത്തൻ അവൻ ഓപ്പണന്റ് ടീമിലെ ഒരു പ്ലെയർ ആണ്. അവനും നമ്മുടെ ആൾക്കാരുടെ പ്ലേ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനും ഗോൾ അടിക്കാനുമായിട്ട് ഇപ്പൊ ചാടി അടുക്കും. ആ ഓപ്പണന്റ് കളിക്കാരനാണെങ്കിൽ ഈസി ആയിട്ട് ബോൾ തട്ടിയെടുക്കും. ഹീറോ ഇത്തവണ ഞാൻ തന്നെ ഗോൾ അടിക്കുമെന്ന് പറഞ്ഞ് അവന്റെ തൊട്ടടുത്തേക്ക് എത്തും. പക്ഷേ ആ ഓപ്പണന്റ് ടീമിലെ ആ കളിക്കാരൻ അവനാണെങ്കിൽ ഓൾറെഡി ഒരു ട്രാപ്പ് അവിടെ സെറ്റ് ചെയ്തിരുന്നു. അതറിയാതെയാണ് ഇപ്പൊ ഹീറോ അവന്റെ അടുത്തേക്ക് ഓടിയെടുത്തത്. ഹീറോ ആണെങ്കിൽ അവനെ തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവന്റെ ഫിസിക്കൽ എബിലിറ്റിയുടെ മുൻപിൽ ഹീറോയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഇവനൊരു പാറയാണോ അതോ മനുഷ്യനാണോ ചിന്തിച്ച് അവനിപ്പോ ആ ഓപ്പണന്റ് ടീമിനെ നോക്കും. ആ ഓപ്പണന്റ് ടീം പേഴ്സണെ നോക്കും. അതിനവൻ പറയും, നിനക്കൊരു കാര്യം അറിയോ? നിങ്ങളുടെ ടീമിലെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് അത് നീയാണെന്ന് പറഞ്ഞ് ഇമോഷണലിയും നമ്മുടെ ചെക്കനെ അങ്ങനെ തകർക്കുകയാണ്. സ്പെഷ്യൽ ടീംസ് ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. നിന്റെ പെർഫോമൻസ് അത് ബിലോ ആവറേജ് ആണ്. നിന്നെ ഉപയോഗിച്ച് നിന്റെ ടീമിനെ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പാഞ്ഞു വരികയാണ്. അടുത്ത നിമിഷം നമ്മുടെ മുടിയൻ അവിടേക്ക് ചാടി വീഴും. ഹീറോയും മുടിയനും അവരാണെങ്കിൽ ആ ബോള് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവന്റെ ട്രിബിളിങ്ങിൽ നിന്ന് അവർക്ക് ആ ബോൾ കളക്ട് ചെയ്യാനാവില്ല. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവൻ കറക്റ്റായിട്ട് ഗോൾ അടിക്കുകയാണ്. ഇപ്പോ ബോർഡിൽ 2 ടീമും ഓരോ ഗോൾ അടിച്ചതുകൊണ്ട് തന്നെ 2 പേരുടെയും നില അതിപ്പോ സമനിലയാണ്. ആ ഓപ്പണന്റ് ടീം മെമ്പർ ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, നിന്നെ ഉപയോഗിച്ച് ഞാൻ ഈസി ആയിട്ട് ഈ ഗെയിം ജയിക്കും. ഈ ഗെയിമിലെ എൻ്റെ യഥാർത്ഥ സ്ട്രൈക്കർ അത് മറ്റാരുമല്ല, സാക്ഷാൽ നീയാണ്. അവൻ പറയുന്നത് കേട്ട് ഹിയോരി
അവൻ ഹീറോയോട് പറയും, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഉന്നം നീയാണ്, നിന്നിലൂടെ നമ്മുടെ ടീമിനെ തോൽപ്പിക്കാനാണ് അവന്റെ ലക്ഷ്യം. എനിക്ക് അവനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ അവന്റെ കൂടെ കളിച്ചിട്ടുണ്ട്. സോ അപ്പൊ തന്നെ അവന്റെ പവറും അവന്റെ ടാറ്റിക്സും അതൊക്കെ തിരിച്ചറിഞ്ഞതാണ്. കളിക്കാനുള്ള കഴിവിനെ കഴിഞ്ഞ് ഉപരി അവന് കുരുട്ട് ബുദ്ധിയാണ്. അതുപയോഗിച്ച് ഈസി ആയിട്ട് അവൻ ഓപ്പണന്റിനെ തോൽപ്പിക്കും. ഈ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യണം, നിന്റെ വീക്ക്നെസ്സിനെ അറ്റാക്ക് ചെയ്യാൻ അയാൾ അനുവദിക്കുക. അതിനുശേഷം നിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് അവനെ തിരികെ അടിക്കുക. ഒരു കാരണവശാലും അവനെ ഡിഫെൻഡ് ചെയ്യാൻ പാടില്ല. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ആലോചിക്കും. അതെ, അവൻ പറഞ്ഞത് തന്നെയാണ് ശരി. അതുപ്രകാരം അവനെ ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് ഹീറോ ഇപ്പൊ വീണ്ടും കളിക്കാനായിട്ട് തുടങ്ങും. എന്റെ ഓവർഷൂട്ട് ടെക്നിക്ക് അതുപയോഗിച്ച് ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ചെക്കൻ അവൻ ഓടി മുടിയന്റെ അടുത്തേക്ക് വരും. മുടിയനാണെങ്കിൽ കഴിഞ്ഞ തവണത്തതുപോലെ തന്നെ ബോള് ഹീറോയ്ക്ക് പാസ് ചെയ്യാണ്. ഹീറോയുടെ തൊട്ടടുത്ത് തന്നെ റിന്ന് നിപ്പുണ്ട്. അവൻ റിന്നിന് നേരെ ആ ബോൾ പാസ് ചെയ്യാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഓപ്പണന്റ് ടീംമേറ്റ് അവനാണെങ്കിൽ ഇപ്പോ ഹീറോയെ തടഞ്ഞ് അവന്റെ മുൻപിലേക്ക് വരും. ചിത്തോയും ഗനാസിയും ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ അപ്പോഴേക്കും അവൻ ആ ബോള് ഹീറോയുടെ അടുക്കൽ നിന്ന് അങ്ങനെ തട്ടിയെടുത്ത് അവന്റെ കാൽച്ചുവട്ടിലാക്കിയിരുന്നു. അപ്പോൾ ഓപ്പണന്റ് ടീമിലെ മറ്റൊരു മെമ്പറായിട്ടുള്ള ഒയോട്ടോ അവനാണെങ്കിൽ ഇപ്പൊ മുൻപിലേക്ക് വരികയാണ്. അവൻ ആ ബോള് അത് ഒയോട്ടോയ്ക്ക് പാസ് ചെയ്യും. അവൻ കറക്റ്റായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള പിന്നിനെ തട്ടി മാറ്റി ഗോൾ അടിക്കുകയാണ്. ഹീറോയ്ക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേരും ഭയങ്കര പവർഫുൾ ആണ്. വീണ്ടും മാച്ച് സ്റ്റാർട്ടാവും. റിന്നിന് മനസ്സിലാവും അവർ രണ്ടുപേരും ഇപ്പോ ഓപ്പണന്റ് ടീമിലെ രണ്ട് സ്ട്രൈക്കേഴ്സും ഇപ്പൊ ഹീറോയുടെ പിന്നാലെയാണെന്ന്. അതുകൊണ്ട് ഇത്തവണ റിന്ന് ബോള് ഹീറോയ്ക്ക് പാസ് ചെയ്യില്ല, പകരം ഹീറോയ്ക്കായിരിക്കും ബോള് പാസ് ചെയ്യുക. അവർ രണ്ടുപേരും അങ്ങനെ പാസ് ചെയ്ത് പോസ്റ്റ് ലക്ഷ്യമാക്കി മുൻപിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ അവന്റെ സ്ഥിരം ടെക്നിക്ക് ഉപയോഗിച്ച് ആ ബോൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും റിന്ന് അവൻ ഓപ്പണന്റ് ടീംസിനെ എല്ലാവരെയും വെട്ടിച്ച് ഗോൾ അടിക്കുകയാണ്. ഇപ്പോ ടീമിനും ഒരേ സ്കോർ ലഭിച്ചിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഇതുവരെ ഗെയിമിന്റെ ഒരു പാർട്ട് ആവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ടോപ്പ് 6 മാത്രമാണ് ഇപ്പൊ നന്നായിട്ട് ഗെയിം കളിക്കുന്നത്. അതേസമയം നമ്മുടെ ചെമ്പമുടിയൻ അവനാണെങ്കിൽ അവന്റെ ഷൂ ലൈസ് ഒക്കെ ടൈറ്റ് ആക്കി കളിക്കകത്തേക്ക് കയറുകയാണ്. ഇതോടെ കയ്യിൽ നിന്ന് ഒരു പാസ് കിട്ടാനായിട്ട് അവനങ്ങനെ സ്പിൻ ചെയ്ത് ചാടി വരികയാണ്. ടബീത്തോ കറക്റ്റായിട്ട് അവൻ ആ ബോൾ പാസ് ചെയ്യും. പക്ഷെ അപ്പോഴേക്ക് റിന്ന് അവന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. റിന്നിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ആ ചെമ്പമുടിയൻ അവൻ കറക്റ്റായിട്ട് ഗോൾ അടിക്കും. ഓരോ ഗോളുകൾ ആ ഗോൾ പോസ്റ്റിൽ വീഴുന്തോറും നമ്മുടെ ഹീറോയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. മത്സരം വീണ്ടും ആരംഭിക്കും. ഇത്തവണ റിന്നാണെങ്കിൽ ഹീറോയെ മൈൻഡ് പോലും ചെയ്യില്ല. ടബീത്തോ ആണെങ്കിൽ ഹീറോയെ തട്ടി മാറ്റി അവനെ ഡിസ്ട്രാക്ട് ചെയ്ത് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. യൂരി ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് പാസ് ഇപ്പോൾ റിന്നിന് കൊടുക്കും. പക്ഷേ ഷിതോ ആണെങ്കിൽ ആ ബോൾ തട്ടിയെടുക്കും. പക്ഷേ ഒരു കൗണ്ടർ അറ്റാക്കിനൊടുവിൽ അടുത്തൊരു ഗോൾ വീഴുകയാണ്. ഇസക്കിക്കാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും അവർ രണ്ടുപേരും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അവർ ആ ഗോള് തൻ്റെതാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മത്സരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. ആ മിസ്സിംഗ് പാർട്ട് അത് ഹീറോയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപയോഗിച്ച് തീർച്ചയായിട്ടും ഞാൻ മുന്നേറുന്നു പറഞ്ഞ് അവൻ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.